ഹായ് ടേസ്റ്റി ടു മൈൻഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് മീൻ പീരയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. മത്തി വെച്ചിട്ടാണ് ഉണ്ടാക്കുന്നത്. ഇത് മീൻ പീര അല്ലെങ്കിൽ മീൻ തോരൻ എന്നൊക്കെ പറയും. ആലപ്പുഴ, കോട്ടയം ഭാഗങ്ങളിലൊക്കെ സാധാരണയായിട്ട് അവരുണ്ടാക്കുന്ന ഒരു കറിയാണ്. പക്ഷെ നമ്മൾ ഈ പാലക്കാട് സൈഡൊന്നും അങ്ങനെ കണ്ടിട്ടില്ല ഇത്. അപ്പൊ എന്താണ് ഈ മീൻ പീര അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമ്മൾ മത്തി പീര അല്ലെങ്കിൽ മത്തി തോരൻ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഇതുപോലെ കുഞ്ഞു മത്തിയാണ് മേടിച്ചേക്കുന്നത്. കുഞ്ഞു മത്തി നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ ഈ മത്തി നല്ലോണം വൃത്തിയായി കഴുകി വൃത്തിയാക്കിയതിന് ശേഷം 2 കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് മൺചട്ടിയിൽ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിന് കുറച്ച് അരപ്പൊക്കെ വേണം. അതിനുവേണ്ടി ഞാൻ 1 മുറി തേങ്ങ ചിരണ്ടിയത്, പിന്നെ ഒരു 4 അല്ലി വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി ഇങ്ങനെ നീളത്തിലരിഞ്ഞത്, 3 പച്ചമുളക്, 4-5 കുഞ്ഞുള്ളി ഇതുപോലെ നീളത്തിലരിഞ്ഞത്, ഒരു തണ്ട് കറിവേപ്പില. ഇത്ര എടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് ചതച്ചെടുക്കാം. ഇനി അരയ്ക്കുന്ന കല്ലൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് അരയ്ക്കുന്ന കല്ലിൽ വെച്ചിട്ട് ചതച്ചെടുത്താൽ മതിയാവും. ഞാനിപ്പം അങ്ങനെ കല്ലില്ലാത്തതുകൊണ്ടാണ് മിക്സിയുടെ ജാറിലിട്ടിട്ട് ചതയ്ക്കുന്നത്. ഇത് അരഞ്ഞു പോകരുതേ, ചതച്ച് മാത്രം എടുക്കാവുള്ളേ. അപ്പോൾ മുളകും ഇഞ്ചിയും എല്ലാം കൂടി ഇട്ടിട്ട് ഒന്ന് ചതച്ചെടുത്തിട്ട് വരാം. ഇനി മുളകൊക്കെ നന്നായിട്ട് ചതയില്ലാന്ന് തോന്നുകയാണെങ്കിൽ ആദ്യം മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും ഉള്ളിയും ഒക്കെ ഇട്ടിട്ട് ചതച്ച് നന്നായിട്ടൊന്ന് എടുത്തതിന് ശേഷം തേങ്ങയിട്ട് ഒന്നുകൂടെ ഒന്ന് ചതച്ചാലും മതിയാവും. ഇത് ഞാനിവിടെ ചതച്ചെടുത്തിട്ട് വന്നിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് കുറച്ച് ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. അതെന്തൊക്കെയാണെന്ന് ചോദിച്ചാൽ ഉപ്പ് 1 ടീസ്പൂണ്, പിന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ഉലുവപ്പൊടി. ഇത്രയും കൂടെ ചേർത്തിട്ട് കൈവച്ച് നന്നായിട്ടൊന്ന് കുഴയ്ക്കാം. ഉപ്പ് എല്ലായിടത്തും ഒന്ന് പിടിക്കണ പോലെ നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇനി ഇത് ചതച്ചെടുക്കണമെങ്കിൽ അങ്ങനെ ആവാം, എല്ലാം കൂടെ ഒരുമിച്ചിട്ട് ചതയ്ക്കണമെങ്കിൽ അങ്ങനെ ആവാം. ഞാനിപ്പോൾ ഇങ്ങനെ ഇട്ടിട്ട് ഒന്ന് കുഴച്ചെന്നേ ഉള്ളൂ. ഇനി ഇത് നമുക്ക് നമ്മൾ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്ന മത്തിയിലോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് ഇതും കൂടെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കണം. സ്പൂൺ വെച്ച് കുഴച്ച് കഴിയുമ്പോൾ പെട്ടെന്ന് മത്തിയൊക്കെ ഇങ്ങനെ ഉടയാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് കൈ വെച്ച് തന്നെ കുഴച്ചെടുക്കുന്നത്. മമ്മിയൊക്കെ ഇങ്ങനെയാണ് കേട്ടോ ചെയ്യുന്നത് കണ്ടിരിക്കണത്. അപ്പം ഞാനും അതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നത്. മമ്മിയൊക്കെ ചെയ്യുന്നത് കണ്ട് അങ്ങനെ പഠിക്കുന്നതാണ്. അപ്പം ഇതുപോലെ നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന കുടംപുളി നമുക്ക് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഒരു 4 കഷ്ണം കുടംപുളിയുടെ ആവശ്യമുള്ളൂ. കുടംപുളിക്ക് പല പുളികൾക്കും പല പുളിപ്പായിരിക്കും കേട്ടോ. ചില പുളി നല്ലോണം പുളിപ്പുണ്ടാവും. അപ്പോൾ നിങ്ങൾ കയ്യിലുള്ളത് പോലെ അനുസരിച്ച് പുളിപ്പ് നോക്കിയിട്ട് ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു 3 കഷ്ണം പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന വെള്ളം കൂടി അതിനകത്ത് ഒഴിച്ചിട്ടുണ്ട്. പിന്നെ 1 ടീസ്പൂൺ വെളിച്ചെണ്ണ കൂടെ നമുക്ക് ഒഴിച്ചിട്ട് ഇത് അടുപ്പിലോട്ട് വയ്ക്കാം. ഇനി അടച്ച് വെച്ചിട്ട് മീഡിയം തീയിലിട്ടിട്ട് വേവിക്കാം. അടച്ച് വെക്കണം, മീഡിയം തീയിലിടാവും. തേങ്ങ ഉള്ളത് കൊണ്ട് തന്നെ അടിയിൽ പിടിക്കാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഇളക്കി കൊടുക്കണം. ഇതുപോലൊരു തടിത്തവി വെച്ചിട്ട് ഇളക്കി കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. നമ്മൾ സ്പൂണൊക്കെ ഇട്ടിട്ട് ഇളക്കി കഴിയുമ്പോഴത്തേക്കും പെട്ടെന്ന് ഉടഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. പിന്നെ ഈ സമയത്ത് ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് ആവശ്യമുണ്ടെങ്കിൽ കുറച്ചുകൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ അടച്ച് വെച്ച് വേവിക്കാവുന്നതാണ്. അടച്ച് വെച്ച് ഒരു 10 മിനിറ്റിൻ്റെ ആവശ്യമുള്ളൂ. അപ്പോഴത്തേക്കും ഇതുപോലെ വെള്ളമൊക്കെ വറ്റി നന്നായി വെന്ത് കിട്ടും. ഇനി ഇതിലോട്ട് നമുക്ക് 1 ടീസ്പൂണ് വെളിച്ചെണ്ണ കൂടെ ഒഴിച്ചിട്ട് ഒരു 2 തണ്ട് കറിവേപ്പില, 1-2 തണ്ട് കറിവേപ്പില ഇതുപോലെ ഇട്ട് കൊടുത്താൽ മതിയാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ മത്തിപ്പീര അല്ലെങ്കിൽ മത്തി തോരൻ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. ഇത് ചോറിൻ്റെ കൂടെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അടുത്ത വീഡിയോയിൽ നമുക്ക് നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനലും കൂടെ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നല്ല നല്ല വീഡിയോസുകളൊക്കെ നിങ്ങൾക്ക് സജഷനായിട്ട് വരും. അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം. ടാറ്റാ, ബൈ ബൈ, സീ യു.